ഗൈസ് ഇന്ന് ഓഫീസിൽ പോകുന്ന ദിവസമായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റിയിലാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ എല്ലാവരും കോറം തികഞ്ഞൊന്നുമില്ലായിരുന്നു, എന്നാലും ഉള്ളവരെല്ലാവരും കൂടി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നു. അവിടുന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറേ കഥയൊക്കെ പറഞ്ഞ് പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്നുള്ള ആലോചനയായിരുന്നു. അത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല, ഞങ്ങൾ നേരെ ഓഫീസിൻ്റെ റൂമിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓഫീസിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഓഫീസിന് ഒന്നുകൂടി ഒന്ന് ട്രോളി. പിന്നെ അതുപോലെ തന്നെ കഥ പറച്ചിലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ ലാസ്റ്റ് ചായയുടെ അവസാന സിപ്പും കൂടി കുടിച്ച് ഞങ്ങൾ ഓഫീസിൻ്റെ റൂമിലെത്തിയിട്ടോ. ഓഫീസിൻ്റെ റൂമിലെത്തിയപ്പോൾ എല്ലാവരും പതിവ് പോലെ തന്നെ ഫോണിലാണ്, ഗെയിമിങ്ങിലാണ് പലരും. കുറേ പേരോട് വരാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വന്നു. അപ്പോൾ അവസാനമായിട്ട് ഓഫീസിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. ഓഫീസിനെ പിക്ക് ചെയ്യാനായിട്ട് കാറ് വന്നു. ഞങ്ങളെല്ലാവരും തന്നെ ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു ഓഫീസിനെ കൊണ്ടുവന്നാക്കാനായിട്ട്. എന്താ പറയുക, വലിയൊരു യാത്രവെപ്പായിരുന്നു. പ്രവാസം എന്ന് പറയുന്ന ഒരു ലൂപ്പാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ലൂപ്പിനപ്പുറത്തേക്ക് തന്നെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു വലിയ വലയം കൂടിയാണ് പ്രവാസം എന്ന് പറയുന്നത്. എന്താ പറയുക, കണ്ണ് നിറഞ്ഞു. ഒരുപാട് സങ്കടമുണ്ട്, എന്നാലും നാട്ടിൽ പോയാലും വീണ്ടും കാണാമല്ലോ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു വൈബുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചെക്കനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെക്കൻ പോവാണ്. ശ്രീലങ്കൻ എയർലൈൻസിനാണ് പോണത്. കണക്റ്റഡ് ഫ്ലൈറ്റാണ് കിട്ടിയത്. അറിയാലോ, ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ കൂടുതലാണ്, അതുകൊണ്ടാണ്. എന്തായാലും ചെക്കൻ നാട്ടിൽ ചെന്ന് പൊളിക്കട്ടെ. എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഹാഫീസിന് ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.